ഹലോ ഗായ്സ്, വെൽക്കം ടു AnzysViews. നമുക്കെല്ലാവർക്കും Realme 3 എന്നുള്ള ഫോണിനെ കുറിച്ച് അറിയാം. തീർച്ചയായിട്ടും 10,000 രൂപയ്ക്ക് കിട്ടാൻ പറ്റുന്ന നല്ലൊരു സെറ്റിൽ പെടുന്ന ഒരു സെറ്റാണ് Realme 3 എന്നുള്ള സെറ്റ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോയും അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് പെർഫോമൻസ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തു. തീർച്ചയായിട്ടും ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അതായത് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മെച്ചങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ പോരായ്മയും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആദ്യം നമുക്ക് ഇതിൻ്റെ മെച്ചത്തെക്കുറിച്ച് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഹീലിയോ P70 എന്നുള്ള നല്ലൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലൊരു പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഡേ ടു ഡേ ടാസ്കുകളൊക്കെ നോർമൽ ടാസ്കുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഹെവി ഗെയിമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ PUBG ഫോർ എക്സാമ്പിൾ എടുത്താൽ നമുക്ക് മീഡിയം ഗ്രാഫിക്സിൽ വളരെ നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ഹീറ്റിംഗ് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു പ്രൊസസ്സറാണ്. ഹെവി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ഹീറ്റ് കൂടുന്നുണ്ട് എന്നല്ലാതെ അതൊരു ഇഷ്യൂ ആക്കി എടുക്കാൻ പറ്റുന്ന അത്രത്തോളം രീതിയിലുള്ള ഒരു ഹീറ്റൊന്നും ഇല്ല. തീർച്ചയായിട്ടും വളരെ നല്ലൊരു പെർഫോമൻസും വളരെ നല്ലൊരു പ്രൊസസ്സറുമാണ് ഇതിൽ ഉള്ളത് എന്ന് തീർച്ചയായിട്ടും ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ ഗ്രേഡിയൻ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടിയർ ഡ്രോപ്പ് നോച്ചുള്ള ഒരു ഡിസ്പ്ലേയും വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡിസൈനിലുള്ള ഒരു ഫോൺ കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ക്യാമറ ആണ് ഇതിൽ കിട്ടുന്നത്. ഹെവി അല്ലെങ്കിൽ ടോപ്പ് ക്യാമറ എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഈ കൊടുക്കുന്ന പൈസക്ക് കൃത്യമായിട്ടുള്ള നല്ലൊരു ക്യാമറ തന്നെ നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഒരു മെച്ചമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. 4230 mAh ബാറ്ററിയാണ്. അത്യാവശ്യം നല്ലൊരു ഹെവി സൈസുള്ള ഒരു ബാറ്ററി എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിലെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഹീലിയോ P70 എന്നുള്ള പ്രൊസസ്സർ അത്യാവശ്യം നല്ലൊരു പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസസ്സറാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു നോർമൽ യൂസേജൊക്കെ ആണെങ്കിൽ 1.5 days തീർച്ചയായിട്ടും കിട്ടും, നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എനിക്ക് അത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. വളരെ നല്ല രീതിയിലാണ് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു മെച്ചമായിട്ട് പറയാൻ സാധിക്കും. പിന്നെ വേറൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ സ്ലോട്ടാണ്. അതായത് നമുക്ക് അറ്റ് എ ടൈമിൽ ഡുവൽ സിമായിട്ട് പ്ലസ് മെമ്മറി കാർഡും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 3 സ്ലോട്ടായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇന്റേണൽ മെമ്മറി കുറഞ്ഞ വേർഷൻ എടുത്താലും നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ ഒരു മെച്ചമായിട്ട് തന്നെ ഈ ഫോണിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അടുത്തൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അൺലോക്കിംഗ് സ്പീഡാണ്. അൺലോക്കിംഗ് മെത്തേഡൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നടക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ആയാലും അതേപോലെ തന്നെ ഫേസ് അൺലോക്ക് ആയാലും നമുക്ക് ആ ഒരു നമ്മൾ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഫേസ് കാണിക്കുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് തന്നെ ഇത് അൺലോക്ക് ആവുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ അതേപോലെ തന്നെ ഫേസ് അൺലോക്ക് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് റിയൽമി. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തായിട്ടുള്ള നമുക്കിതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷനും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടും ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം 3 വേർഷനാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 3GB RAM 32GB ഇൻ്റർണൽ മെമ്മറി. ഇതിന് നമുക്ക് വില വരുന്നത് 9,000 രൂപയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് RAM 3GB തന്നെയാണ്, പക്ഷേ ഇൻ്റർണൽ മെമ്മറി 32 ഉള്ള 64GB ആകും. അതിന് വില വരുന്നത് 10,000 രൂപയാണ്. പിന്നെ 1000 രൂപ കൊടുത്താൽ 11,000 രൂപ കൊടുത്താൽ നമുക്ക് 4GB RAM ഉള്ള 64GB ഇൻ്റർണൽ മെമ്മറി ഉള്ള അടുത്ത വേർഷൻ കിട്ടാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം മെച്ചങ്ങളാണ് നമുക്ക് Realme 3 ഫോണിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പോരായ്മകളെക്കുറിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് നമുക്ക് സൈഡിലും ബാക്കിലൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഫോൺ ആകണമായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് കാണുമ്പോഴൊന്നും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പോലെ തന്നെ തോന്നും, പക്ഷേ കയ്യിൽ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റി കുറവുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ റിയൽമിക്ക് നമുക്ക് നോട്ട് 7 പോലെ ബാക്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റലൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ ബിൽഡിനെ കുറിച്ച് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ഒന്നുമല്ല. തീർച്ചയായിട്ടും ഗൊറില്ല ഗ്ലാസ് 3 ആകാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. റിയൽമി ഏതാണ് ഗ്ലാസ് എന്ന് തീർച്ചയായിട്ടും പുറത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് പഴയ ഏതെങ്കിലും വേർഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3 എന്നുള്ളത് പ്രതീക്ഷിച്ചാൽ മതി.
ഗൊറില്ല ഗ്ലാസ് 5 ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് അവരെടുത്ത് തന്നെ പറയും. ഇവിടെ അതില്ലാത്തത് കൊണ്ട് നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3 പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെയും കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. നോട്ട് 7ൻ്റെ കേസിലൊക്കെ വരുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 5 ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റിയൽമി 3യുടെ ബിൽഡിനെ കുറിച്ച് ഇത്രത്തോളമാണ് പറയാനുള്ളത്. ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷനിലാണ് ഇവിടെ പ്രശ്നമുള്ളത്. ഡിസ്പ്ലേ റെസൊല്യൂഷൻ നമുക്ക് HD+ റെസൊല്യൂഷനാണ് വരുന്നത്. സാധാരണ ഈ ഒരു റേഞ്ചിലൊക്കെ പല ഫോണുകളിലും ഫുൾ HD+, റെഡ്മി നോട്ട് 7-ലൊക്കെ കേസ് എടുക്കുമ്പോൾ ഫുൾ HD+ റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഞാൻ എൻ്റെ റെഡ്മി നോട്ട് 3യും അതുപോലെ തന്നെ ഈ ഡിവൈസും അടുപ്പിച്ച് വെച്ചിട്ട് ഫുൾ HD റെസൊല്യൂഷനിലൊരു വീഡിയോ പ്ലേ ചെയ്തപ്പോഴാണ് ഈ HD ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേയും തമ്മിലുള്ള മാറ്റം നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാത്ത കേസിലൊക്കെ എനിക്ക് നല്ലൊരു ഡിസ്പ്ലേ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു HD റെസൊല്യൂഷനേ ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാൻ സാധിക്കും. പിന്നെ അടുത്തൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒട്ടുമിക്ക ഫോണുകളിലും മുകൾ സൈഡിൽ കണ്ടുവരുന്ന ഒരു രണ്ടാമത്തെ ഒരു മൈക്കാണ്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമുക്ക് കോളൊക്കെ ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ സപ്രസ് ചെയ്തിട്ട് നമ്മൾ മെയിൻ മൈക്കിലൂടെ, അതായത് നമ്മൾ സംസാരിക്കുന്ന അവിടെ താഴെയായിട്ട് ഉള്ള ആ മൈക്കിലൂടെ കേൾക്കുന്ന സൗണ്ട് വളരെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് എന്ന് പറയുന്നത്. ഈ മൈക്ക് ഈ ഫോണിനില്ല തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സ്റ്റീരിയോ റെക്കോർഡിങ്ങൊക്കെ, അതായത് ഇടത് സൈഡും അതുപോലെ തന്നെ വലത് സൈഡിൽ നിന്നുള്ള റെക്കോർഡിംഗ് ഓഡിയോ അതേപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു ഇടത്തോട്ടും വലത്തോട്ടും ആകുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്റ്റീരിയോ എഫക്റ്റിൽ റെക്കോർഡാകുന്നതും ഈ ഫോണിന് ഇല്ലാത്ത ഒരു സംഗതിയാണ്. ഈ മൈക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാൻ സാധിക്കും. പിന്നെ അടുത്തൊരു പോരായ്മ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ LED എന്നുള്ള സംവിധാനം ഈ ഫോണിൽ ഇല്ല എന്നുള്ളതും ഒരു ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ വൈഫൈ സംവിധാനമാണ്. വൈഫൈ നമുക്ക് 2.4 GHz വൈഫൈ മാത്രമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ ഇപ്പോഴുള്ള ഫോണുകളിലൊക്കെ നമുക്ക് 2.4 GHz ഉള്ള ബാൻഡും സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ 5 GHz ഉള്ള ബാൻഡും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും 2.4 GHz ഉള്ള വൈഫൈ ബാൻഡ് മാത്രമേ ഇവിടെ സപ്പോർട്ടുള്ളൂ. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് ഈ 5 GHz ഉള്ള വൈഫൈ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഭാവിയിൽ ചിലപ്പോൾ വരുമായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് അത്രത്തോളം ഈ ഫോൺ ഉപയോഗിച്ചപ്പോൾ ഒന്നും വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ 5 GHz ഉള്ള വൈഫൈ ടെതറിങ്ങും വൈഫൈയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. തീർച്ചയായിട്ടും അതൊരു ചെറുതായിട്ട് നമുക്കൊരു മൈന്യൂട്ടായിട്ട് ഒരു പോരായ്മ ആയിട്ട് തന്നെ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ColorOS 6 ആണ്. നമുക്ക് MIUI സോഫ്റ്റ്വെയർ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടി സ്മൂത്ത്നെസ് വരണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. വളരെ ഫാസ്റ്റാണ് സംഗതികളൊക്കെ, പക്ഷേ ഈ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആകണമായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ലുക്കൊക്കെ കുറച്ചുകൂടി നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആകണമായിരുന്നു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഏരിയയും അതൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ബൾക്കി ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പേഴ്സണൽ ഒപ്പീനിയനാണ്. ഏതായിരുന്നാലും ചെറിയൊരു പോരായ്മയായിട്ട് എനിക്കത് എടുത്ത് പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് MIUI പോലെ ഒന്നും ഇല്ല എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും കുറച്ചുകൂടി പോളിഷും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ചുകൂടി നല്ലൊരു സ്മൂത്ത് ആകാനുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇതിനോട് കൂടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രത്തോളം ഒക്കെ പറഞ്ഞാലും നമുക്ക് ഒരു 10,000 റേഞ്ചിൽ നല്ലൊരു ഫോൺ നോക്കാവുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് തന്നെയാണ് ഈ റിയൽമി 3 എന്നുള്ള സെറ്റ്. തീർച്ചയായിട്ടും ഫ്ലിപ്കാർട്ട് മുഖേനയും അതുപോലെ തന്നെ റിയൽമിയുടെ വെബ്സൈറ്റ് മുഖേനയൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങാനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിൽ ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.